ജീവിതത്തെ തളിരണിയിക്കുന്ന സ്നേഹം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 35 വരെ. ധ്യാനത്തിനായിട്ട് 35-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അത്യുദാത്തമായ സ്നേഹത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും ഉത്തമ മാതൃക കാട്ടിക്കൊണ്ട് മരണപര്യന്തം ജീവിച്ച 2 വൃദ്ധ ദമ്പതികളുടെ കഥ കേട്ടിട്ടുണ്ട്. ആ ദമ്പതികളുടെ മുഖത്ത് എപ്പോഴും സംതൃപ്തിയും സന്തോഷവും തുളുമ്പിരുന്നിരുന്നു. പല്ലില്ലാത്ത മോണ കാട്ടിച്ചിരിക്കുന്ന ആ മുത്തശ്ശിയുടെ മുഖം അലൗകികമായ ആനന്ദത്തിൻ്റെ ദിവ്യ തേജസ് പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു. ദീർഘനാളത്തെ ജീവിത ക്ലേശങ്ങളുടെ മാത്രമല്ല, സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒഴിവുചാലുകളും അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ഈ വൃദ്ധ ദമ്പതികളുടെ ആനന്ദത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു? വെറും സാധാരണക്കാരായിരുന്ന അവർ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. മക്കളാരും അടുത്തില്ല ശുശ്രൂഷിക്കാൻ. പക്ഷേ അവർക്ക് പരാതിയില്ല, പരിഭവമില്ല. അവർ ഒരുമിച്ചിരുന്ന പഴയ കഥകൾ പറയുന്ന, സ്നേഹം തുളുമ്പി നിൽക്കുന്ന അവരുടെ കണ്ണുകൾ അന്യോന്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. സുദീർഘകാലം ജീവിതത്തിലെ ദുഃഖവും സന്തോഷവും ഒരുമിച്ച് പങ്കിട്ട ആ ദമ്പതികൾക്ക് പരസ്പരമുള്ള സ്നേഹത്തെപ്പറ്റി സംശയമില്ല. നൂറ്റാണ്ടുകൾ സൂര്യൻ്റെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശവും ചൂടും ഉൾക്കൊണ്ട് ഒരു രത്നം അതിൻ്റെ പ്രകാശം പ്രസരിപ്പിക്കുന്ന പോലെ ആ വൃദ്ധ സന്തോഷത്തിൻ്റെ രശ്മികൾ പ്രസരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ആരാണ് സ്നേഹിക്കാത്തത്? വാസ്തവത്തിൽ ആ വൃദ്ധൻ്റെ നിഷ്കളങ്കമായ സ്നേഹമാണ് ആ മുത്തശ്ശിയെ വളർത്തിയെടുത്തത്. മറിച്ചും ആ മഹാസാധ്വിയുടെ കറപറ്റാത്ത സ്നേഹമായിരിക്കാം സ്നേഹസമ്പന്നനായ ഭർത്താവിനെ വളർത്തിയെടുത്തത്. അതിനെപ്പറ്റി അവർ തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ടോ എന്ന് നിശ്ചയമില്ല. നാം ആരെ സ്നേഹിക്കുന്നുവോ അവരെ വെട്ടിത്തിളങ്ങുന്ന മുത്തുകളാക്കി തീർക്കുവാൻ കഴിയാതെ പോകുന്നതിന് 2 കാരണങ്ങളുണ്ടായിരിക്കും. ഒന്നാമത്, നമ്മുടെ സ്നേഹം സ്വാർത്ഥപരമായിരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹമാണത്. രണ്ടാമത്, സ്നേഹിക്കപ്പെടുന്നവരുടെ അർപ്പണത്തിൻ്റെ അഭാവമായിരിക്കാം. ജീവിത പങ്കാളികൾ തമ്മിലോ സ്നേഹഭാജനങ്ങൾ തമ്മിലോ എന്നല്ല, അപരിചിതർ തമ്മിൽ പോലുമുള്ള ബന്ധത്തിൽ അവരിനെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും മുത്താക്കി രൂപാന്തരപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്നേഹം. ഈ യാഥാർത്ഥ്യം ഗ്രഹിക്കാത്തവരുടെ സ്നേഹം ദുർബലമാവുകയോ ശിഥിലമാവുകയോ ചെയ്യും. സ്നേഹം മറ്റൊരാളിൻ്റെ ജീവിതത്തെ തളിരണിയിക്കുന്നത് പോലെ തന്നെ സ്നേഹശൂന്യത മറ്റൊരാളുടെ ജീവിതത്തെ ഉണക്കിക്കളയുകയും ചെയ്യും. 3.5 വർഷം യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർ ക്രിസ്തു സ്ഥാപിക്കുവാൻ പോകുന്ന മന്ത്രിസഭയിൽ അംഗങ്ങളായി തീരാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹത്തെ അനുഗമിച്ചത്. എന്നാൽ ശത്രുക്കൾ അദ്ദേഹത്തെ പിടികൂടുവാൻ വന്നപ്പോൾ അവർ തങ്ങളുടെ ഗുരുനാഥനെ വിട്ട് ഓടിപ്പോയി. എന്നിരുന്നാലും യേശുവിൻ്റെ കുരിശിൽ അവർ സ്നേഹത്തിൻ്റെ വിശ്വരൂപം ദർശിച്ചതോടെ ആ സ്നേഹത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അത് അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അവർ നിരവധി പീഡനങ്ങൾ സഹിക്കുകയും കുരിശുഭരണം പോലും വരിക്കുകയും ചെയ്തത് അവരെ രൂപാന്തരപ്പെടുത്തിയ സ്നേഹം നിമിത്തമായിരുന്നുവല്ലോ. ഈ സ്നേഹം നാം ദർശിക്കുകയും അത് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ? ഓർക്കണമേ, തെറ്റ് തിരുത്തുകയാണെങ്കിൽ തെറ്റിൻ്റെ പാത സത്യത്തിൻ്റെ പാതയായി മാറും. എഫെസ്യ ലേഖനം 6:2. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.